അസിത, ഈ ജാതി വിവേചനങ്ങളെ എതിർത്തും ചൂഷണങ്ങളെ എതിർത്തുമെല്ലാം CPM പാർട്ടി കോൺഗ്രസ് അതീവ ശക്തിയോടെ മുന്നേറുകയാണല്ലേ? തീർച്ചയായും സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ വലിയ തരത്തിലുള്ള ഇടപെടൽ നടത്തി അതിനുള്ള മാർഗരേഖകൾ പദ്ധതിയുമൊക്കെ തയ്യാറാക്കി CPM പാർട്ടി കോൺഗ്രസ്. അത് തമിഴ്നാട്ടിലെ മധുരയിൽ ഇന്ന് ആവേശോജ്വലമായ തുടക്കമായിരിക്കുകയാണ്. മുതിർന്ന നേതാവ് ബിമൻ ബസുവാണ് പതാക ഉയർത്തിയത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പാർട്ടി കോൺഗ്രസിൽ എല്ലാ തരത്തിലുള്ള വിഷയങ്ങൾ, രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്ന എല്ലാ തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ചയാകുകയും ആ നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ധീര രക്തസാക്ഷികളെയും ഓർത്തെടുക്കുന്നു. തീർച്ചയായും അത് അങ്ങനെയാണ് ഇന്ന് പാർട്ടി കോൺഗ്രസിന് തുടക്കമായത് തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നേരെ മധുരയിലേക്ക് പോകുകയാണ്. തീർച്ചയായും മധുരയിലെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും കൈരളി ടീം സജ്ജമാണ്. നമ്മളോടൊപ്പം ചേരുകയാണ്. M സന്തോഷുണ്ട്, രാജേന്ദ്രനുണ്ട്, രാജ്കുമാറുണ്ട്. സന്തോഷ്, ആവേശോജ്വലമായ തുടക്കം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ ഉണ്ടാകുകയാണ്. മധുരയ്ക്കാണെങ്കിൽ ഒട്ടനവധി പോരാട്ടങ്ങളുടെ ചരിത്രം പറയാനുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേരോട്ടമുള്ള മണ്ണുകൂടിയാണ് മധുര. എങ്ങനെയാണ് പാർട്ടി കോൺഗ്രസിനെ വരവേൽക്കുന്നത്? അസിത, വർഷ, ഗുഡ് ഈവനിങ്. ഒരു പാർട്ടി കോൺഗ്രസിൻ്റെ ആവേശത്തിലാണ് മധുര നഗരം ഉള്ളത്. ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസിന് വേദിയാകുന്ന തമുക്ക മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിലാണ് നമ്മുടെ കൈരളി വാർത്താ സംഘമുള്ളത്. എനിക്കൊപ്പം K രാജേന്ദ്രനുണ്ട്, അതോടൊപ്പം തന്നെ രാജ്കുമാറുണ്ട്. തൊട്ടപ്പുറത്ത് സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന വേദിയിൽ നിന്നും വിഷ്ണു തലവൂർ കൂടിയുണ്ട്. ഏതായാലും ഇന്ന് ഈ 24ാം പാർട്ടി കോൺഗ്രസിന് ആവേശോജ്വലമായ തുടക്കമാണ് മധുരയിൽ ഉണ്ടായിരിക്കുന്നത്. രാവിലെ മുതിർന്ന പാർട്ടി നേതാവ് ബിമൻ ബസു പതാക ഉയർത്തിയതോടുകൂടിയാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന് തുടക്കമായത്. അതിനുശേഷം ഉദ്ഘാടന സെഷനായിരുന്നു. ഉദ്ഘാടന സെഷന് ശേഷം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ സമ്മേളനത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളുടെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടുകളുടെ അവതരണമാണ്. അതിൽ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും അതിനെ തുടർന്ന് കരട് രാഷ്ട്രീയ പ്രമേയവുമാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള പ്രകാശ് കാരാട്ട് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണ് 24ാം പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ഉദ്ഘാടന സെഷനിലെ നേതാക്കന്മാരുടെ പ്രസംഗം ആ കാര്യങ്ങളിലെല്ലാം തന്നെ അടിവരയിടുന്നുണ്ട്. K രാജേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ഇന്നത്തെ ഒരു ഉദ്ഘാടന സെഷൻ എന്ന് പറയുന്നത് കൃത്യമായും എന്താണ് ഒരു ദിശ, പാർട്ടിയുടെ ദിശ എന്താണ്, അതിൻ്റെ നയസമീപനം എന്തായിരിക്കും എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നത് തന്നെയായിരുന്നു ഉദ്ഘാടന പ്രസംഗവും തുടർന്നുള്ള പ്രസംഗങ്ങളും എല്ലാം തന്നെ, അല്ലേ? തീർച്ചയായിട്ടും പ്രകാശ് കാരാട്ട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഊന്നുന്നു. ഒന്ന്, രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ, രാജ്യത്തെ പല മേഖലകളിലുള്ള പ്രതിസന്ധികൾ, അത് വർഗീയതയുമായി ബന്ധപ്പെട്ടായാലും സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടായാലും അതിനുള്ളൊരു ശാശ്വതമായ പരിഹാരത്തിന് രാഷ്ട്രീയമായ മാറ്റം വേണം. ആ രാഷ്ട്രീയമായ മാറ്റം അത് പൂർണ്ണതോതിൽ വരണമെങ്കിൽ CPIM എന്ന പാർട്ടിയുടെ അടിത്തറ, ജനകീയ അടിത്തറ വിപുലപ്പെടുന്നു. സമരങ്ങളെല്ലാം തന്നെ വിജയിക്കുന്നുണ്ട്, സമരങ്ങളെല്ലാം തന്നെ വലിയ ജനപങ്കാളിത്തമുണ്ടാകുന്നു. പക്ഷേ അത് നമ്മളൊരു തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സ്വതന്ത്രമായ ശേഷി വർദ്ധിപ്പിക്കണം. തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ MLA-മാരെ MP-മാരെ എല്ലാം ജയിപ്പിക്കാൻ സാധിക്കണം. നഷ്ടപ്പെട്ട സംസ്ഥാനങ്ങൾ, ഭരണം നഷ്ടപ്പെട്ട പശ്ചിമ ബംഗാൾ തുടങ്ങിയെല്ലാം തന്നെ തിരിച്ചുപിടിക്കാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പാർട്ടികളുടെ സ്വാധീനം വർദ്ധിപ്പിക്കണം. ഇന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഒന്ന് വർഗീയത, അതോടൊപ്പം തന്നെ നവ ഉദാരവൽക്കരണ നയങ്ങൾ, ഇവയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ നിലപാട് കൈക്കൊള്ളാൻ, ആത്മാർത്ഥമായ നിലപാട് കൈക്കൊള്ളാൻ ഇടതുപക്ഷ പാർട്ടികൾക്ക് മാത്രമേ സാധിക്കൂ. ഇടതുപക്ഷ പാർട്ടികളുടെ ഐക്യം ശക്തിപ്പെടുത്തണം, സ്വാധീനം വർദ്ധിപ്പിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിലുള്ള ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയ വർഗീയ നിലപാടുകളെ ശക്തമായി ചെറുത്തു തോൽപ്പിക്കണമെങ്കിൽ രാജ്യത്തെ അതിശക്തമായ ഒരു ഇടതുപക്ഷ മതേതര ജനാധിപത്യ ബദൽ ഉയർന്നു വരണം. അങ്ങനെ ഇടതുപക്ഷ പാർട്ടികൾ, മതേതര പാർട്ടികൾ, ജനാധിപത്യ പാർട്ടികൾ ഇവരെല്ലാം തന്നെ യോജിച്ച് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകണം. ഇതാണ് പ്രകാശ് കാരാട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു ആദ്യഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ഇതിന്റെ ഒരു 2ാം ഘട്ടത്തിൽ രാജ്യം നേരിടുന്ന ഭീഷണികൾ അദ്ദേഹം പറഞ്ഞത്, ഒരു ഇപ്പോഴത്തെ മോദി ഭരണം എന്ന് പറയുന്നത് തെറ്റായ സാമ്പത്തിക നയങ്ങൾ, അതായത് നവ ഉദാരീകരണ നയങ്ങളുടെയും ഹിന്ദുത്വ വർഗീയതയുടെയും ഒരു മിശ്രിത രൂപമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയെ അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു, ഫെഡറലിസം തകർക്കുന്നു. ഇങ്ങനെ ഈ വിഷയങ്ങളെല്ലാം പലപ്പോഴായി CPM പല ഘട്ടങ്ങളിലായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതാണ്. ഈ ഇത്തരത്തിലുള്ള ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്, അതിനെ അതിജീവിച്ചേ തീരും. അതാണ് ഇപ്പോൾ ഈ പാർട്ടിക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു അജണ്ട എന്ന് പറയും. അതോടൊപ്പം തന്നെ ഒരു ഇടത് ഐക്യം കൂടി വിളംബരം ചെയ്യുന്ന ഒരു ഉദ്ഘാടന ചടങ്ങായി നമുക്കതിനെ കാണാം. കാരണം ഇടത് നേതാക്കൾ എല്ലാം തന്നെ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു. തീർച്ചയായും ഈ ഒരു പാർട്ടി കോൺഗ്രസ് ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്ന ഇടതുപക്ഷം ശക്തിപ്പെടണം എന്നുള്ള ആ ഒരു നയം അതിന് കൂടുതൽ വെളിച്ചം വീശുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ, ആ അഭിവാദ്യ പ്രസംഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് അത് എടുത്തു പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ CPIML-ന്റെ ജനറൽ സെക്രട്ടറിയായ ദീപാങ്കർ ഭട്ടാചാര്യ. അപ്പോൾ പണ്ടൊന്നും തന്നെ CPM-ന്റെ പാർട്ടി കോൺഗ്രസുകളിൽ CPIML-ന്റെ നേതാക്കൾ ഉണ്ടാകുമായിരുന്നില്ല. അതിന്റെ കാരണം CPIML എന്ന പാർട്ടി CPIM-ന് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അംഗീകരിച്ചിരുന്നത്. അവരെ സംബന്ധിച്ച് ഒരു നക്സലൈറ്റ് പാരമ്പര്യമുള്ളതാണ്. പിന്നീട് അവർ നിലപാട് മാറ്റുകയും ജനാധിപത്യത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. മാത്രമല്ല ഇപ്പോൾ ബീഹാറിലെല്ലാം നടക്കുന്ന തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ CPM-ഉമായെല്ലാം സഖ്യത്തിൽ, അങ്ങനെ മതേതര സഖ്യത്തിന്റെ, വിശാല മതേതര സഖ്യത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ ദീപാങ്കർ ഭട്ടാചാര്യയുടെ ആ ഒരു സാന്നിധ്യം, വളരെ നല്ല പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ഈ ഉത്തരേന്ത്യയിലെ പല പോക്കറ്റുകളിലും ML-നെല്ലാം നല്ല ശക്തിയുണ്ട്. അപ്പോൾ അത് ഒരു ഇടതുപക്ഷ ഐക്യത്തെ, ബീഹാറിൽ ഉൾപ്പെടെ, ബീഹാറിൽ അവർക്ക് 2 MP-മാരുണ്ട്, കുറേ MLA-മാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇടതുപക്ഷ ഐക്യത്തിന്റെ ഭാഗമായി അവർ കൂടി വരും. അത് ശക്തിപ്പെടുത്താനുള്ള ആഹ്വാനങ്ങൾ ഇവിടെ ഉണ്ടായി. RSP നേതാവ് മനോജ് ഭട്ടാചാര്യ, അതുപോലെ CPI നേതാവ് D രാജ, ഫോർവേഡ് ബ്ലോക്കിന്റെ നേതാവ് ദേവരാജൻ, ഇവരെല്ലാം തന്നെ പങ്കെടുത്തു. ഏതായാലും ഒരു ഇടതുപക്ഷ ഐക്യം വിളംബരം ചെയ്ത ഒരു ഉദ്ഘാടന സമ്മേളനമായിരുന്നു എന്നുള്ളത് കൂടി തന്നെയാണ് പ്രത്യേകത. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായി ഈ ഒരു സമ്മേളനത്തിന്റെ ആവേശം, അതിന്റെ രാവിലെ നടന്ന പതാക ഉയർത്തൽ ചടങ്ങ്, അതിനോടനുബന്ധമായി നടന്നിട്ടുള്ള പരിപാടികളെല്ലാം തന്നെയും രാജ്കുമാറാണ് അത് വളരെ കൃത്യമായും ഈ എത്രത്തോളം ഉണ്ടായിരുന്നു ഈ ഒരു പതാക ഉയർത്തൽ, അതുമായി ബന്ധപ്പെട്ട ആവേശം, തമിഴ്നാടിന്റെ തനത് വാദ്യരൂപങ്ങൾ എല്ലാം കൂടി ചേർന്ന ഒരു സമ്മേളന ആവേശത്തെ, ആ ഒരു തുടക്കത്തെ എങ്ങനെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്? അതായത് രക്തസാക്ഷികളുടെ നാടായിട്ടുള്ള കീഴ് വെൺമണിയിൽ നിന്നാണ് ഈ പതാക കൊണ്ടുവന്ന് ഇവിടെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി അവരേൽപ്പിച്ച ജോലി, ആ രക്തസാക്ഷികൾ സ്വപ്നം കണ്ട ഒരു ലോകമുണ്ട്, ഒരു രാജ്യമുണ്ട്, നമ്മുടെ കമ്മ്യൂണിസം എന്തായിരിക്കണമെന്ന് സമൂഹത്തോട് വിളിച്ചു പറയുന്ന ഒരു നയമുണ്ട്. അത് ഏറ്റെടുത്തുകൊണ്ടാണ് ആ പതാക ഇവിടെ കൊണ്ടുവന്ന് കൈമാറിയതും. അത് ഏറ്റെടുത്ത് ഇന്ന് രാവിലെ ഇപ്പോൾ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, ശക്തരാക്കുവിൻ എന്ന മുദ്രാവാക്യം ആവർത്തിച്ച് ആഹ്വാനം ചെയ്തുകൊണ്ട് ബിമൻ ബസു, നമ്മുടെ പാർട്ടിയുടെ CPIM-ന്റെ മുതിർന്ന പാർട്ടി നേതാവ് കൂടിയായിട്ടുള്ള ബിമൻ ബസു ആ പതാക ഉയർത്തിയപ്പോൾ പാറുപറ പതാക എന്ന് പറയുന്ന, മാനമുട്ടെ പാറു പതാക എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് തമിഴിൽ പറഞ്ഞുകൊണ്ട് അവർ മുദ്രാവാക്യം വാനിൽ മുഴുവനും പരന്നു. അതിൻ്റെ ഒരു വീരവണക്കം അതെല്ലാം പറഞ്ഞുകൊണ്ട് രക്തസാക്ഷികളെ കൂടി സ്മരിച്ചുകൊണ്ട് ആ മുദ്രാവാക്യം അവിടെ വാനിൽ ഉയർന്നു. ആ സമയത്ത് നമ്മുടെ ഈ മുതിർന്ന നേതാക്കൾ, PB അംഗങ്ങൾ, പ്രകാശ് കാരാട്ട്, MA ബേബി, പിണറായി വിജയൻ തുടങ്ങുന്ന നമ്മുടെ സംസ്ഥാന മാഷ് ഗോവിന്ദ മാഷ്, അതുപോലെ ഇവിടെയുള്ള സംസ്ഥാനത്തുള്ള നമ്മുടെ K ബാലകൃഷ്ണൻ, രാമകൃഷ്ണൻ തുടങ്ങുന്ന നേതാക്കൾ മുഴുവനും, മാണിക് സർക്കാർ ഉൾപ്പെടെയുള്ളവർ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ആ അന്തരീക്ഷത്തിലേക്ക് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കുമ്പം കണ്ടു നിന്നവർക്കൊക്കെ വല്ലാത്തൊരു രോമാഞ്ചമുണ്ടായി. ആ വിപ്ലവ സ്മരണകൾ ഉയർത്തുന്ന ഒരു അന്തരീക്ഷത്തിലായിരുന്നു ആ പതാക ഉയർത്തിയത്. പിന്നീട് അവിടെ പുഷ്പങ്ങൾ അർപ്പിച്ചു, രക്തസാക്ഷികൾക്ക് വേണ്ട മണ്ഡപത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. അതിനുശേഷമാണ് ഈ സമ്മേളന നടപടികളിലേക്ക് പോയത്. ഒപ്പം തന്നെ ഇവിടെ ഈ പെരിയ മേളം എന്ന് പറയുന്ന നമ്മുടെ നാടൻ കല, ഈ തമിഴ്നാടിനൊരു നാടൻ കലയുണ്ട്, അതൊരു മേളപ്പെരുക്കമാണത്, അത് നടന്നു. ഒപ്പം തന്നെ രക്തസാക്ഷി എഴുതിയ മാരി മളവാടൻ എഴുതിയ പാട്ട്, ആ പാട്ടിൽ നിലവിലുള്ളവർ ആ പാട്ട് ഏറ്റുപാടി. പക്ഷെ ആ പാട്ട് എഴുതിയപ്പോൾ അദ്ദേഹം അറിഞ്ഞിരുന്നില്ല അദ്ദേഹം ഇതുപോലെ കൊല്ലപ്പെടുമെന്ന്. അദ്ദേഹം പിന്നീട് രക്തസാക്ഷിയായി മാറി. അതേപോലെ തന്നെ ഇളയരാജയുടെ സഹോദരൻ പാവറൽ, അദ്ദേഹത്തിന്റെ പേര് ഭരതരാജൻ, അദ്ദേഹം എഴുതിയ വരികൾ ഇതെല്ലാം പാടി അവരിവിടെ ആ വിപ്ലവ ഗാനങ്ങൾ കൂടി ആലപിച്ചതോടുകൂടി വലിയൊരു ഉത്സവ അന്തരീക്ഷം, ജനാധിപത്യത്തിന്റെ ഉത്സവത്തെ കൊടിയേറുകയായിരുന്നു. തീർച്ചയായും രാജ്കുമാർ പറഞ്ഞതിനൊപ്പം ഒന്ന് ചേർത്ത് വെക്കാനുള്ളത്, ആ പതാക ഉയർത്തൽ ചടങ്ങ് എന്ന് പറയുന്നത് അത്യന്തം ആവേശകരമായ ചടങ്ങാണ്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നത് കാണുമ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ പറയുകയാണ്, ഈ ഒരു പാർട്ടി കോൺഗ്രസിന് മുഖ്യമന്ത്രിയല്ല, എല്ലാവരും ഒരുപോലെ, ആ മുഖ്യമന്ത്രി, PB അംഗങ്ങൾ, അതോടൊപ്പം തന്നെ പ്രതിനിധികൾ ഒരുമിച്ച് ചേർന്ന് മുദ്രാവാക്യം വിളിക്കുന്ന അതിമനോഹരമായ കമ്മ്യൂണിസത്തിന്റെ ഒരു കാഴ്ച തന്നെയായിരുന്നു ആ പതാക ഉയർത്തുന്ന ചടങ്ങ്. ഏതായാലും അതിന്റെ ആവേശമാണ് രാജ്കുമാർ ഇപ്പോൾ പങ്കുവച്ചത്. ഇനി നമ്മുടെ വളരെ പ്രധാനപ്പെട്ട അജണ്ടകളിലേക്കാണ് സമ്മേളനം കടക്കുന്നത്. കരട് രാഷ്ട്രീയ പ്രമേയമാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള വിലയിരുത്തൽ നടത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് കൂടിയാണ് അവതരിപ്പിക്കുന്നത്. എത്രത്തോളം പ്രാധാന്യം ഈ ഒരു ചർച്ചയ്ക്കും ഈ റിപ്പോർട്ടിനും കരട് രാഷ്ട്രീയ പ്രമേയം ഇതിനകം തന്നെ
കീഴ്ഘടകങ്ങളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. കീഴ്ഘടകങ്ങൾക്ക് മാത്രമല്ല, അത് പ്രസിദ്ധീകരിച്ചതാണ്. അതെന്തോ വലിയ രഹസ്യരേഖ എന്ന രീതിയിലെല്ലാം നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതെല്ലാം CPM-ന്റെ വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ചാണ്. അതിനുമേൽ വിശദമായ ചർച്ചകൾ കീഴ്ഘടകങ്ങൾ തൊട്ട് എല്ലാ ഘടകങ്ങളിലും നടന്നിരുന്നു. നിരവധി പേർ, ഈ പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആൾക്കാർ പോലും പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു കരട് രാഷ്ട്രീയ പ്രമേയമാണ് പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കും. 7:30 വരെ. അപ്പോൾ അതിനകത്താണ് CPM-ന്റെ ഒരു കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ലൈൻ അതിനകത്തുണ്ടാവും. എന്തൊക്കെയാണ് ഈ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും, അതിൻ്റെ ഒരു വ്യക്തത, കൃത്യമായിട്ടുള്ള അതിൻ്റെ വ്യക്തത എന്ന് പറയുമ്പോൾ അതിൻ്റെ ചരിത്രപരമായ കാരണങ്ങൾ. ഇത് എന്തുകൊണ്ടാണ് ഇത് ഈ പലരും കരുതുന്നത് എന്തോ ഒരു ചടങ്ങ് പോലുള്ളൊരു സംഗതിയാണ്. പക്ഷേ നമ്മൾ ഈ പാർട്ടി കോൺഗ്രസുകളുടെ ചരിത്രം പരിശോധിക്കണം. ഇപ്പോൾ 43-ൽ മുംബൈയിൽ വെച്ച് നടന്ന ആദ്യത്തെ പാർട്ടി കോൺഗ്രസ്, ആ പാർട്ടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രമേയം പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിച്ചിരുന്ന വിഷയം ഭൂപരിഷ്കരണമായിരുന്നു. പിന്നീട് 57-ൽ EMS സർക്കാർ അധികാരത്തിൽ നമ്മൾ നടപ്പിലാക്കി. ബംഗാളിൽ 78-ൽ CPM സർക്കാർ അധികാരത്തിൽ അവർ നടപ്പിലാക്കി. ത്രിപുരയിൽ അധികാരത്തിൽ നടപ്പിലാക്കി. പക്ഷേ ഈ 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത്. അത് ഞാൻ പറയുന്നത് അതുപോലെ വർഗീയത ശക്തിപ്പെട്ട കാലഘട്ടം നമ്മൾ 80-കളിലും 90-കളിലൊക്കെ നടന്ന പാർട്ടി കോൺഗ്രസുകളുടെ രാഷ്ട്രീയ പ്രമേയം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ പിന്നീട് നമ്മൾ 90-കളിൽ തന്നെ 90-കളിലൊക്കെ ഇതിനെങ്ങനെ അതിജീവിക്കണം. ഉദാഹരണം പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ഒരു കാരണവശാലും ഈ സഖ്യകക്ഷി രാഷ്ട്രീയം അംഗീകരിച്ചിരുന്നില്ല. കൂട്ടുകക്ഷി രാഷ്ട്രീയം അംഗീകരിക്കുന്നത്, ഞങ്ങൾ ഏകകക്ഷി രാഷ്ട്രീയം ആവശ്യമില്ല എന്നതായിരുന്നു. പക്ഷേ CPM-ന്റെ പഴയ രാഷ്ട്രീയ പ്രമേയങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇനി ഈ മതേതര പാർട്ടികൾക്ക് ഒരു ഏകകക്ഷി ഭരണം എന്നത് സാധ്യമല്ല. ഇതിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് കോൺഗ്രസിന്റെ തെറ്റായ നയങ്ങളാണ്. അപ്പം അന്ന് എന്താ മുന്നറിയിപ്പാണ് നൽകിയത്, അതേ പാതയിൽ തന്നെ കോൺഗ്രസിന് പോലും പോകേണ്ടി വന്നു. അതുപോലെ പദ്ധതികൾ, നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആയാലും വിവരാവകാശ നിയമമായാലും പിന്നെ വനാവകാശ നിയമമായാലും ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഒരു ത്രെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കരട് രാഷ്ട്രീയ പ്രമേയങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ നിന്ന് മനസ്സിലാക്കും. തീർച്ചയായും അത് തന്നെയാണ്. അതായത് CPIM-ന്റെ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത് കേവലമായ ഒരു സമ്മേളനം മാത്രമല്ല, അത് വളരെ ആഴത്തിലുള്ള വിശകലനങ്ങൾ നടത്തി നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതി എന്താണ്, സാമൂഹിക അവസ്ഥ എന്താണ്, ഇനിയുള്ള ഭാവിയിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു സാമൂഹിക സാഹചര്യങ്ങളെ പോലും പൊളിറ്റിക്കൽ സയൻസിൽ, ഇടതുപക്ഷ പൊളിറ്റിക്കൽ സയൻസിലുള്ള ഒരു ഗവേഷണം ഓരോ നിമിഷവും, ആ ഒരു പഠനത്തിന് ശേഷമാണ് ഈ റിപ്പോർട്ടുകളെല്ലാം വരുന്നത്. ഈ രാഷ്ട്രീയ പ്രമേയങ്ങൾ പിന്നീട് പലപ്പോഴും രാജ്യത്തിന്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്നതിൽ തന്നെ വളരെ നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ പ്രമേയങ്ങളായി മാറിയിട്ടുണ്ട്. പക്ഷേ രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഇതിൽ എന്തെങ്കിലും വിവാദങ്ങളുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഒരുപക്ഷെ വലതുപക്ഷ മാധ്യമങ്ങളും മറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിലൊന്നും ആ ദിശയിലേക്ക് പോലും നോക്കാതെ അതിന്റെ ഗൗരവകരമായിട്ടുള്ള രാഷ്ട്രീയ നടപടിക്രമങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 7:30 കരട് രാഷ്ട്രീയ പ്രമേയത്തിന്റെ അവതരണം പൂർത്തിയാകും. പിന്നീട് അങ്ങോട്ടേക്ക് ഗ്രൂപ്പ് ചർച്ചയും അതിനുശേഷമുള്ള തുടർ ദിവസങ്ങളിൽ ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയുമായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം സംഘടനാ റിപ്പോർട്ടും അതിനുമേലുള്ള ചർച്ചയും അവതരിപ്പിക്കും. പിന്നീട് ഇതിനുള്ള മറുപടികളായിരിക്കും. അത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള അജണ്ടകൾ, നടപടിക്രമങ്ങളുമായി സമ്മേളനം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. അതിനൊപ്പം തന്നെ വിവിധ തനത് കലാരൂപങ്ങൾ, അതോടൊപ്പം തന്നെ സാംസ്കാരിക രംഗത്തെ ഇപ്പോൾ ശശികുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന സാംസ്കാരിക പരിപാടികളുണ്ട്, സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന സാംസ്കാരിക പരിപാടികൾ, അത്തരത്തിൽ വളരെ എന്തായാലും വർഷ അവർ പറഞ്ഞതുപോലെ വളരെ സജീവമായ ചർച്ചകൾ ഇതാ പാർട്ടി കോൺഗ്രസ് വേദിയിൽ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. സന്തോഷം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളത് സമ്മേളന കാലയളവിലൊക്കെയും പറയുന്നതാണ്, CPM-ന്റെ സമ്മേളനങ്ങൾ എല്ലായ്പ്പോഴും ആ പാർട്ടിയുടെ വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നതല്ല, മറിച്ച് നാടിൻ്റെ രാജ്യത്തിൻ്റെ ഒക്കെ മുന്നോട്ട് പോകുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും സമഗ്രമായി ചർച്ച ചെയ്യുകയും അപഗ്രഥിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്.